അല്ല നിറാശൻ, പണ്ട് വനജേച്ചിയായിട്ട് ഒളിച്ചോടിയപ്പം പേടി തോന്നിയില്ലേ? എടാ വിനയ, എടാ ഓരോ മരത്തിലേക്കും വലിഞ്ഞങ്ങ് കയറുമ്പോ ഉള്ളൊന്ന് പെടയ്ക്കും. പക്ഷെ അങ്ങ് മുകളിലെത്തിയാൽ ആവേശത്തോടെ അങ്ങ് കൂവിത്തീർക്കും. എടാ പെരുവത്ത് കടവും നമ്മുടെ മനസ്സും ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ പേടി? അന്ന് എനിക്ക് മാധവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ധൈര്യമായിട്ട് ഇടാ. എല്ലാ ചെറുപ്പക്കാർക്കും ജീവിതത്തിൽ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സന്ദർഭം വരും. അത് മിക്കപ്പോഴും സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയിട്ടുമായിരിക്കും, അല്ലടാ? പിന്നെ അടിയിലോ ചടിച്ചോ നീ കൂട്ടറാ മോനെ, നീ പോ. എന്റെ മുഖത്ത് വെള്ളം നിൽക്കും. അതാ സത്യം ഭാഷ വീഡിയോ എത്തിക്കുന്നുണ്ടല്ലോ. ഭയങ്കര മുഖത്തിന് വാടാ വാടാ, ഒന്ന് നടക്കുന്നോ? പിടിയടാ. എത്ര കാലമായി നീ കിടക്കുന്ന കണ്ടു. കഴിഞ്ഞോടി, വേഗം ആവട്ടെ, അവിടെ തുടങ്ങാറായി. ഒറ്റടിക്കാൻ കാലി. അത്ര ഉള്ളണോ ഇതൊക്കെ? ഇനി ഇവനെ കളിയാക്കാം. എടാ വിനെ, നിനക്കെന്തെല്ലാം കിട്ടിയത് കേട്ടല്ലോ? ഹാപ്പി അല്ലേ? എടാ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വടക്കം ഭാഗത്ത് കയറി ഒരുപാട് അങ്ങ് കിളത്തല്ലെന്ന്. അണ്ണ പറഞ്ഞത് മനസ്സിലായ? ഇല്ല, മനസ്സിലായില്ലേ അണ്ണ? എന്നാ മനസ്സിലായില്ലെന്ന് എന്നാ മനസ്സിലാക്കി തരാടാ. മനസ്സിലാക്കി തരാം. രാത്രി പെണ്ണിന്റെ വീട്ടിൽ അവന്റെ അമ്മൂമ്മയുടെ പോലെ. ഇന്നലെ വിനയനെ ശ്രീദേവിയുടെ മുറിന്ന് പിടിച്ചൂന്ന് നീ അറിഞ്ഞില്ലേ? അതിനെ ചൊല്ലിയുള്ള ബഹളം അവിടെ കേട്ടത്. എന്നിട്ട് ഭഗവാൻ ശരിക്കും കൊടുത്തുന്നാ കേട്ട്. നാലും ചെക്കന്റെ ഒരു ധൈര്യം പിടിച്ചേക്കണ പുളിങ്കൊമ്പിലാ. അതേ പറഞ്ഞുണ്ട് വിനയ, നീ ആള് കൊള്ളാലടാ. ഞങ്ങൾക്ക് അടുത്തെങ്ങാനൊരു സദ്യ കിട്ടുവാ. നടക്കും നടക്കും, ഭഗവാനാണ് ആള്. എന്നാലും ആ പെണ്ണിന്റെ ഒരു ധൈര്യം. നീ അത് കണ്ടോ? എന്താ വേർപ്പിന്റെ ഉപ്പുരസത്തിലും പ്രണയമുണ്ടടാ. പണവും പ്രതാപവും എല്ലാം പ്രശ്നമായിരുന്നു. പക്ഷെ ചങ്കൂറ്റത്തോടെ വിളിച്ചിറക്കിക്കൊണ്ടൊന്ന് പൊന്നുപോലെ എന്നെ നോക്കുന്നേ. മറ്റെന്തിനേക്കാളും അവക്ക് നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിനക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയണം. ഒരു പെണ്ണിന്റെ ധൈര്യവും ശക്തിയും ഒരാണ് തന്നെയാടാ. ചങ്കുറപ്പുണ്ടോ നിനക്ക് അവളെ വിളിച്ചിറക്കിക്കൊണ്ടുവരാൻ? അപ്പൊ നീ അങ്ങ് തീരുമാനിച്ചു അല്ലടാ? ആ സുമിത്രയുടെ കയ്യില് കത്ത് കൊടുത്തിട്ടുണ്ട്. എടാ രാവണ, ചാടി ഹനുമാൻ ഭഗവാന്റെ മതില് കാണണം. നിന്റെ തീരുമാനം അങ്ങ് ബോധിച്ചടാ. ഇതേ പേര് പറയുന്നത് കണ്ടില്ലേ? പെയ്യട്ടെന്ന്. അതോട്ടെ ഇതിനൊരു വൈപ്പർ പിടിപ്പിക്കണം. ഇനി അതിനും കൂടെ ഭഗവാനോട് കാശ് ചോദിക്കണം. ഒരാള് ഓട്ടോ
എടാ ഓരോ മരത്തിലേക്കും വലിഞ്ഞങ്ങ് കയറുമ്പോൾ ഉള്ളൊന്ന് പിടയ്ക്കും. പക്ഷെ അങ്ങ് മുകളിലെത്തിയാൽ ആവേശത്തോടെ അങ്ങ് കൂവിത്തീർക്കും. എടാ പെരുവത്ത് കടവും നമ്മുടെ മനസ്സും ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ പേടി? അവന് പറ്റാത്ത ഉയരവും അവൻ കീഴടക്കി. എന്താടാ എന്താ പറ്റിയേ? വിനയ പോയടാ, നമ്മള് തിയേറ്ററിലെ കാശ് മൊത്തം പോയടാ. നീ എന്തേ പറയുന്നത്? രാവിലെ ഓഫീസ് തുറക്കാൻ വന്നപ്പോഴാണ് കണ്ടത്. ഭഗവാന് കൊടുക്കാനുള്ളതും ഉത്സവ പടത്തിന്റെ കളക്ഷനും മൊത്തം പോയടാ. ഇതറിയാവുന്ന ആരോ ആണ്. ഇവിടെ കയറി ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അത് അറിയുന്നവൻ തന്നെ ആയിരിക്കണം. മാധവൻ നായർ ഒരു പരാതി എഴുതി സ്റ്റേഷനിലേക്ക് വാ. സാർ എങ്ങനെയെങ്കിലും എന്നെ ഈ കാശ് കണ്ടുപിടിച്ചു തരണം. ഈ ടോക്കീസ് ഇല്ലെങ്കിൽ ഞാനില്ല. നിങ്ങൾ വേവലാതിപ്പെടാതിരിക്കൂ, നമുക്ക് നോക്കാം. സാറേ, ഇവിടെ അടുത്ത് 2-3 വീടുകളിൽ കയറി, പിന്നെ എന്റെ കടയിലും കയറി. ഈ സുഗുണന്റെ മാലയും പൊട്ടിച്ചോണ്ട് ഓടി. അത് ശരി, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടെന്താ ആരും പരാതിപ്പെടാഞ്ഞേ? അല്ല, ഉത്സവം തുടങ്ങിയത് ഇവിടെ പതിവാ സാറേ. എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. സാറന്മാർ ഇതന്വേഷിക്കാനായി ഇത്രയും ദൂരം വരേണ്ട കാര്യമില്ലായിരുന്നു. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. താൻ എന്താ പറഞ്ഞു വരുന്നേ? എന്റെ പൊന്നു സാറന്മാരെ, ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന ഒരു ഭൂലോക കള്ളനുണ്ട് ഇവിടെ, ഇവരുടെ സംഘത്തില്. എവിടെടാ അവൻ? എടാ നിന്റെയൊക്കെ ഒരേ ബോംബെന്ന് വന്നവൻ തക്കാൻ കിട്ടിയപ്പോ അവൻ കാശും കൊണ്ട് പോയത് കണ്ടില്ലേ? പോക്കൃതം പറഞ്ഞോളാം. ഓ, പോക്കൃതം കാണിച്ചിട്ട് നാട് വിടുന്നതിൽ കുഴപ്പമില്ല. ആദ്യം ഗഗനെ പൊക്ക്, എന്നിട്ട് അവനോട് ചോദിക്കും, അപ്പ അറിയാം. വെറുതെ നിന്ന് കാരം എടുപ്പിക്കാതെ വാടാ, മൊത്തം കള്ളന്മാരെ. സ്റ്റേഷനിലേക്ക് വന്നാൽ മതി, ഞങ്ങൾ അവിടെ കാണും. സുഗുണ വാ. പുറത്തുനിന്നുള്ള ആരുടെ ആരാന്നേ? ഉത്സവത്തിന് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇനിയാ പണ്ടുവരെ തരികട കാണിച്ച് നടന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നല്ല ജീവിതം എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അത് പഠിപ്പിച്ചെന്ന നീറാശാൻ ഇനിയില്ലാന്ന് പറഞ്ഞപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ തോന്നിയില്ലടാ. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണ്. ആർക്ക് എപ്പോൾ എന്താ സംഭവിക്കാന്നറിയില്ല. വള്ളിയും പുള്ളിയും ഒരിക്കൽ തെറ്റാൻ തുടങ്ങിയ പിന്നെ തെറ്റിക്കൊണ്ടേയിരിക്കും. മാധവേട്ടൻ പാവം ആ ടാക്കേസിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയിട്ടില്ല. നിരാശാനും ടാക്കേസും എല്ലാം കൂടെ ആയപ്പോൾ ആ പട സങ്കടത്തിലാണ്. നമ്മളെല്ലാവരും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ശ്രീദേവി അളിയൻ്റെ ഒരു കാഞ്ഞ ബുദ്ധിയേ. ഞാൻ പറഞ്ഞല്ലോ ഗോവാച്ച, ആ സ്ഥലം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ വന്ന് ചേരുന്നു. ശരിയാളിയാ, ഇനി എത്ര അവധി കൊടുത്താലും മാധവൻ ആ കണക്ക് തന്നു തീർക്കും തോന്നണില്ല. താനെന്തായാലും പണിക്കുള്ള ആളെ കൂട്ടിക്കോ. നാളെ സൂര്യൻ ഉദിച്ച് പെരുവത്ത് കടവിൻ്റെ മുകളിലെത്തുമ്പോൾ ആ ടാക്കീസ് ഉണ്ടാവരുത്.
മാധവ ഞാനിതങ്ങ് എടുക്കുക. ഇതിന്റെ ഉള്ളില് ഒരുത്തനും കാലുകുത്തില്ല. നേരെ നിൽക്കണം. ഒറ്റ ഒരുത്തൻ പാകിസ്ഥാനിൽ കയറിപ്പോരുന്നു. താൻ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒരു ചുക്കും നടക്കത്തില്ല. അത് ഏത് മേനോനാണെങ്കിലും ഭഗവാനാണെങ്കിലും തനിക്ക് തരാനുള്ള കാശ് ഞങ്ങൾ തന്നു തീർക്കും. എടാ ചള്ളു ചെറുക്ക, നീ എന്തോ വളർത്തി തരുന്നാ പറയുന്നേ? പറയാൻ പേരിനൊരു പണി പോലുമില്ല. പോയി അതുണ്ടാക്കാദ്യം, എന്നിട്ട് രോഷാകുൽ നാവ്. മാധവ, മുക്കാ ചക്രത്തിന്റെ കണക്കല്ല ഇത്. മേനോൻ സാറേ, ഓർമ്മ വെച്ച കാലത്ത് എൻ്റെ അച്ഛൻ തുടങ്ങിയതായി തിയേറ്റർ. ഇത് എൻ്റെ കയ്യിലോട്ട് കിട്ടുമ്പോൾ തന്നെ ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കടം വാങ്ങിച്ചിട്ടുണ്ട്. ഈ സ്ഥലമോ എന്ത് വേണമെങ്കിലും സാർ എഴുതിയെടുത്തു. ഇത് നടത്തിക്കൊണ്ടു പോകാനുള്ള അനുവാദമെങ്കിലും എനിക്ക് തരണം. എടോ മാധവ, തന്റെ ചരിത്രം അറിയാനല്ല ഞാൻ വന്നത്. പെരുവത്ത് കടവുകാരെ മുഴുവൻ സിനിമ കാണിച്ച് പുണ്യാളനാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പിന്നെ ഇതിനകത്തോന്ന് എന്തുണ്ടാക്കാനാ തന്റെ വിചാരം? ആ ഫിലിം കറക്കുന്ന കുന്ത്രാണ്ടത്ത് ഉണ്ടാക്കാന്ന് വെച്ചാ 960 ഉണ്ടാക്കിയ ഒരു തുരുമ്പ്. മാധവ, വെറുതെ കേസും വെക്കാനൊന്നും വേണ്ട. അതാ നമുക്ക് 2 പേർക്കും നല്ലത്. ഇതേ താൻ ഒപ്പിട്ട് തന്ന മുദ്രക്കടലാസ. ഇതിൽ ഞാനിത് അങ്ങ് എഴുതി ചേർത്തു. വിനയ, അവരെടുത്തോട്ടെ. നോക്കി നിൽക്കാണ്ട് ചെന്ന് പൊളിക്കണം. ലോറിയിലേക്ക് കേട്ടടാ. കാലം തെറ്റി പെയ്യുന്ന മഴയാ, ശക്തി കൂടും. പെരുവത്ത് കടവിൽ ഇനി സിനിമയില്ല. ഓരോരോ കാലക്കെടുകൾ, അല്ലാതെ എന്താ പറയാ. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ എങ്ങനെ മാധവേട്ട പോകാൻ പറ്റുന്നത്? പോണോടാ. ഇനി ഇവിടെ നിന്നാൽ ഒരു മനപ്രയാസമാണ്. നീറും ടോക്കീസും ഇല്ലാത്ത ഈ പെരുവത്ത് കടവിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഇനി ഈ പ്രായത്തിലൊന്നും വെട്ടിപ്പിടിക്കാൻ എനിക്ക് മോഹവുമില്ല. അതിന് വെട്ടിപ്പിടിക്കണമെന്ന് ആര് പറഞ്ഞു? നമുക്കൊന്നുകൂടെ ശ്രമിച്ചൂടെ? ഞങ്ങളെല്ലാവരും ഇല്ലേ കൂടെ? ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സിനിമയിലും മാത്രമാണ്. അതിൻ്റെ പിന്നാലെ പോയവർക്കൊക്കെ വേദന മാത്രമാണ് ഫലം. ഇനിയിപ്പോ നിനക്ക് തരാൻ എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ശ്രീദേവിയെ വിളിച്ചിറക്കിക്കൊണ്ട് പോരുമ്പോൾ ഒരു വണ്ടിയുള്ളതൊരു അന്തസ്സാണ്.
എടാ, ഇത് വെച്ചു വാങ്ങിക്കടാ. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ജീവിതമാർഗം കണ്ടെത്തണം നീ. അപ്പൊ നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ച് പോയിക്കോ. ഇനി ഒറ്റയ്ക്ക് മതിയെന്ന് തീരുമാനിച്ചവരെ എനിക്കും കാണണ്ട. എടാ വിനയ ഇന്ന് 10ാം ഉത്സവം. 10ാം ഉത്സവത്തിന്റെ നിറപ്പകട്ടും ആവേശവും പകർന്ന് വെടിക്കെട്ട് വേലായുധന്റെ വെടിക്കെട്ട് പ്രയോഗങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം പൂരപ്പറമ്പിൽ അരങ്ങേറുന്നതാണ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ആറാട്ടുകടവിൽ വിളക്ക് കത്തിക്കുവാൻ നിങ്ങൾ ഏവരും ക്യൂ പാലിക്കേണ്ടതാണ്. നിങ്ങൾ കാത്തിരുന്ന വേലായുധന്റെ വെടിക്കെട്ട് പ്രയോഗം ആരംഭിക്കുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ദേവരെ, അവസാനത്തെ കളിയാ, കാത്തോളേ. പിന്നെ ആ ഗഗനോട് നിന്ന് ഇറങ്ങിണ്ടാവോ? അവൻ ആളാന്തിക്കുഴിയിൽ രാജമോനെ ദാസനും കൂടെ നിൽക്കാന്നാ പറഞ്ഞേ. അല്ല, ഇറങ്ങിണ്ടാവൂലേ? അല്ല, കത്ത് നീ അവളുടെ കയ്യിലല്ലേ കൊടുത്ത്? കൊടുത്തിട്ടുണ്ടാവൂലേ? ഇനി അവൾ അച്ഛൻ്റെ കയ്യിൽ. ഇനിയിപ്പോ സുമിത്ര അല്ല, സുമിത്ര കൊടുത്തിട്ടുണ്ടോ? മനസ്സിലായി. ഉണ്ടായിരിക്കും. ഈ 8 അടി മൂർക്കം കടിച്ച് 8 അടി നടക്കൂലെന്നല്ലേ? ചെറുവള്ളിയിലെ പണവും പ്രതാപവും ഇല്ലെങ്കിലും സ്വന്തം പെണ്ണിനെ പോറ്റാനുള്ള ചങ്കുറപ്പുണ്ട്. എന്നെ പോറ്റാനുള്ള പണം ഇതിനകത്തുണ്ടല്ലോ അല്ലേ? എപ്പോഴും തമാശ. വാ. ആറാട്ട് കഴിഞ്ഞ് ആളിറങ്ങാറായി. അവന്മാരിതുവരെ കണ്ടില്ലല്ലോ. ആ ഗഗനെയും കാണുന്നില്ലല്ലോ. കടത്തിവിട്. വാടാ.
വെടിക്കെട്ടൊക്കെ മതി. എന്താ നേരിട്ടോ സുഗുണ കള്ളനാണോ വിടരുതവനെ സുഗുണ വിടരുത് മൊത്തം പറ്റിച്ചാണവൻ വെച്ചേക്കുന്നവനാ. ഞാൻ പാവം മാധവനെ ചതിച്ചില്ലടാ. നിക്കടാ പിടിക്കടാ എറിഞ്ഞെടുക്കൂടാ. അവന്മാര് പുറകിലുണ്ട്. നിങ്ങൾ ഈ വഴിക്ക് വിട്ടോ. ആഴാന്തിക്കുള്ളിൽ രാജമോഹനും ദാസനും ഉണ്ടാവും. ഇവന്മാരെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ പൊക്കോ പൊക്കോ. വാടാ വാ. സർപ്പക്കാവിന് ഭാഗ്യം. വള്ളി മനുഷ്യൻ പേടിച്ച് ചാവുന്നുണ്ട്. എന്താടാ എടാ ഞാൻ അങ്ങോട്ട് വരാന്നല്ല പറഞ്ഞ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് കെട്ടെടുത്തല്ല. അവന്മാര് പുറകിലുണ്ട്. എടാ ജീവൻ പേടി ഓടണം. ചന്ദ്രഗ്രഹണം നടന്ന ആ രാത്രി ഒരു ദിവ്യ വെളിച്ചത്തിന്റെ നിത്യതയിലേക്കാണ് അവസാനിച്ചത്. പിന്നീട് പെരുവത്തുകടവന്റെ പല തലമുറകൾ ആ ദിവ്യ വെളിച്ചത്തെ അന്വേഷിച്ചിറങ്ങി. ആ ദിവ്യ വെളിച്ചം അപ്പോഴും അജ്ഞാതമായിരുന്നു. ഉത്സവരാവുകളെല്ലാം ദിവ്യ വെളിച്ചത്തെ പ്രതീക്ഷിച്ചിരുന്നു.
പക്ഷെ പിന്നീട് ഒരിക്കലും തേവരുടെ മണ്ണിൽ ആ വെളിച്ചം പുനർജനിച്ചില്ല. ആ ജോസേ, ഞാൻ കുറെ നാളായി ചോദിക്കണം വിചാരിക്കുന്നു. ഈ നാട്ടുകാര് മൊത്തം ദിവ്യ വെളിച്ചം എന്ന് പറയുന്നുണ്ടല്ലോ, അന്ന് രാത്രി വിനയം കണ്ടത് ശരിക്കും ദിവ്യ വെളിച്ചായിരുന്നു? ദിവ്യ വെളിച്ചാണെന്നാ? ദിവ്യ വെളിച്ചം എന്ന് പറഞ്ഞിട്ടല്ലോ, ഭയങ്കര വെളിച്ചാണ്. കണ്ണൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അത് ചെന്നിക്കുത്തല്ലേ? ചെന്നിക്കൊന്നും തന്നിട്ടല്ല. ഈ ദിവ്യ വെളിച്ചം എന്ന് പറഞ്ഞ സാധനം ശരിക്കും ഉണ്ടോ? പിന്നെ എത്ര നാളായി ശരിക്കും? ആ ദിവ്യ വെളിച്ചം. ഭഗവാന്റെ കാറ്. ട്രോഫി ഒറ്റയടിക്ക് കിട്ടി. വിനയ് എവിടെ? ബജരംഗ് ബിജു അളിയാ, നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഇത് ഒളിച്ചോട്ട രക്തമൊന്നുമല്ല മക്കളെ, ഒളിച്ചോടല്ലേട്ടാ. എന്താടാ പെട്ടി കിട്ടിയില്ലേ? ദിവ്യ വെളിച്ചം കണ്ട മഹാനെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വെടിക്കെട്ട് വേലായുധന്റെ 8 തരത്തിൽ പൊട്ടുന്ന സ്പെഷ്യൽ ഐറ്റം ഗർഭം കലക്കി കേരളത്തിൽ ആദ്യമായി ഇതാ പെരുവത്ത് കടവിന്റെ മണ്ണിൽ അരങ്ങേറുന്നു. നിങ്ങളെ അത്ഭുതത്തിലാഴ്ത്തുവാൻ വെടിക്കെട്ട് വേലായുധന്റെ ഏറ്റവും ആകർഷണീയമായ വെടിക്കെട്ട് നമ്പർ 8 തരത്തിൽ പൊട്ടുന്ന ഗർഭം കലക്കി. ഒരു പ്രത്യേക അറിയിപ്പ്: പൂരപ്പറമ്പിലുള്ള ഗർഭിണികൾ, കുട്ടികൾ, മനക്കെട്ടിയില്ലാത്തവർ ദയവായി പൂരപ്പറമ്പിൽ നിന്നും മാറി നിൽക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ. പക്ഷേ നിന്റെ കാര്യം ഈ ഭഗവാൻ തീരുമാനിക്കും. ഗർഭം കലങ്ങി. ഇതൊക്കെ